മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. വയനാട് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പടമല സ്വദേശി അജീഷ്, പാക്കം സ്വദേശി പോൾ, മൂടക്കൊല്ലി സ്വദേശി പ്രജീഷ് എന്നിവരുടെ കുടുംബാംഗങ്ങളെ കണ്ടു. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ശരത്തിന്റെ വീട്ടിലും ഗവർണർ എത്തി. മാനന്തവാടി ബിഷപ്പുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തും. അതേസമയം പുൽപ്പള്ളിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. വന്യമൃഗശല്യത്തിൽ രാഷ്ട്രീയം കാണരുതെന്നും പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിനാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. നാളെ രാവിലെ 10 മണിക്ക് സർവകക്ഷി യോഗവും 11:30 മണിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരുടെ യോഗമാണ് നടക്കുക. സർവകക്ഷി യോഗത്തിലൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അവരുടെ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ച് ആ വീടുകൾ സന്ദർശിക്കാൻ കഴിയണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിലാണ്. അക്രമാസക്തമായ സമരം ഉണ്ടാകുമ്പം പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അതേസമയം വന്യജീവി സംഘർഷത്തിൽ വയനാട്ടിൽ നാളെ UDF രാപകൽ പ്രക്ഷോഭം സംഘടിപ്പിക്കും. കളക്ട്രേറ്റ് പരിസരത്ത് 24 മണിക്കൂറാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. ഭീഷണിപ്പെടുത്തി പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ടി സിദ്ദിഖ് MLA കുറ്റപ്പെടുത്തി. നാളെ കാലത്ത് 9 മണി മുതൽ 24 മണിക്കൂർ രാപ്പകൽ പ്രക്ഷോഭം UDF നേതൃത്വത്തിൽ വയനാട്ടിൽ നടക്കുക. വയനാട് കലക്ട്രേറ്റ് പടിക്കൽ 24 മണിക്കൂർ രാപ്പകൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുക. പുൽപ്പള്ളിയിൽ കേസെടുത്തിരിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. വനം മന്ത്രിക്ക് വയനാട് സന്ദർശിക്കാൻ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. വയനാട്ടിൽ വരേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അല്ലാതെ തിരിഞ്ഞു നോക്കാത്ത വനം മന്ത്രിക്ക് കൂടെ സഞ്ചരിക്കാൻ മന്ത്രിമാരെ അയക്കുന്ന നടപടി ഒരു കാരണവശാലും ഭൂഷണമല്ല. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. അരുൺ, ഗവർണറുടെ സന്ദർശനം തുടരുന്നു. വനമന്ത്രി മുഖ്യമന്ത്രിയൊന്നും എത്താത്തതിലുള്ള പ്രതിഷേധം, അതിന്മേലുള്ള രാഷ്ട്രീയ വിമർശനം ചർച്ചയ്ക്ക് ഒരു ഭാഗത്ത് നടക്കുന്നു. കേസുകളിലെ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഈ നാളെ കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണല്ലോ ടി സിദ്ദിഖ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ, ഗവർണറുടെ സന്ദർശനം ഇപ്പോഴും തുടരുകയാണ്. ഗവർണർ ഇപ്പോൾ മാനന്തവാടി ബിഷപ്പിനെ സന്ദർശിക്കുകയാണ്. അതിനുശേഷം ഗവർണർ മാധ്യമങ്ങളെ കാണുകയും ഇക്കാര്യത്തിൽ ഗവർണറുടെ അഭിപ്രായം പറയുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആദ്യം എത്തിയത് ചാലിക്കത്ത പടമലയിലെ അജീഷിന്റെ വീട്ടിലാണ്. ബേലൂർ മഗ്നയാണ് അജീഷിനെ കൊലപ്പെടുത്തിയത്. വീട്ടിൽ 20 മിനിറ്റ് നേരം ഗവർണർ ചെലവഴിച്ചു. വീട്ടുകാരുമായി സംവദിച്ചു. നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ, അതായത് ഈ വന്യമൃഗശല്യം പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്നില്ലെന്ന വലിയ രീതിയിലുള്ളൊരു ആരോപണം ഗവർണർക്ക് മുന്നിൽ ഈ നാട്ടുകാർ ഉന്നയിച്ചു. അക്കാര്യങ്ങളെല്ലാം തന്നെ ഗവർണർ കുറിച്ചെടുത്തു. നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിക്കുമെന്നും ഗവർണർ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പാക്കത്തെ പോളിന്റെ വീട്ടിലേക്ക് എത്തിയത്. പാക്കം കാരേരിയിലെ ശരത് എന്ന വിദ്യാർത്ഥിയുടെ വീട്ടിലും ഗവർണർ എത്തിയ. ആന ചവിട്ടി ഈ വിദ്യാർത്ഥിയുടെ വാരിയിൽ തകർന്ന് ഇപ്പോഴും കിടപ്പിലാണ്. വേണ്ട രീതിയിലുള്ള ധനസഹായമൊന്നും ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടില്ല. ആകെ സർക്കാർ രൂപ മാത്രമാണ് ഈ വിദ്യാർത്ഥിക്ക് ധനസഹായം നൽകിയത്. അത് 24 ആണ് ആ വാർത്ത പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തത്. അതിനുശേഷമാണ് ഈ മൂടക്കൊല്ലിയിൽ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രജീഷിൻ്റെ വീട്ടിലേക്ക് ഗവർണർ എത്തിയത്. അവിടെയും 20 മിനിറ്റോളം നേരം ഗവർണർ ചെലവഴിച്ചു. നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് BJP ജില്ലാ പ്രസിഡന്റുമായും ഗവർണർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ മാനന്തവാടിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 2 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നാളെ ഈ മന്ത്രിതല സംഘം വയനാട്ടിലേക്ക് എത്തും. BJP മന്ത്രിമാരെ തടയുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് കളക്ടറേറ്റിൽ വലിയ രീതിയിലുള്ള ധർണയ്ക്കും നീക്കം നടത്തുന്നുണ്ട്. എന്തായാലും നാളെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം വയനാട് ജില്ലയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിജയകുമാർ. യെസ്, മന്ത്രിതല സംഘം നാളെ എത്തും. മന്ത്രിതല സംഘത്തെ തടയുമെന്ന് BJP പറയുന്നു. അവിടെ പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഗവർണറുടെ സന്ദർശനം തുടരുകയാണ്. അദ്ദേഹം ഇന്ന് ഉച്ചയോടെ മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന വിവരം കൂടി വരുന്നുണ്ട്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.